PR വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരുപാട് ചെയ്യാത്ത ഒരാളാണ്. അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ഒരിക്കലും അങ്ങനെ ദീപകിനെ എവിടെ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതാ ഞാൻ ചോദിച്ചത്, അത് ഇമ്പോർട്ടന്റ് അല്ലേ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത്? അതാണ്, നമ്മളങ്ങനെ എല്ലായിടത്തും പോയി പരിചയപ്പെട്ട് സംസാരിച്ച് അവരുമായിട്ട് വിളിച്ച്. പക്ഷെ എനിക്ക് പരിചയമുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ അങ്ങനെ ഒരു സർക്കിളിൽ വെക്കാറുള്ളൂ. അവരെ വിളിക്കുക, ഒരു പുതുതായിട്ട് പരിചയപ്പെടുന്ന ഒരാളെ നമുക്ക് ഓക്കെയാണ് അവരായിട്ട് സംസാരിക്കാം എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അല്ലാതെ അതങ്ങനെ എനിക്ക് ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഉൾവലിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ചെറുതായിട്ടൊരു ഉൾവലിവ് ഇടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമൊന്നുമില്ല. അത് നമ്മൾ എടുക്കുന്ന സമയം കുറച്ച് കൂടുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പം ഭയങ്കരമായിട്ട് നമ്മൾ PR ചെയ്തു പോലെ ആൾക്കാരുടെ അടുത്ത് പോയി അത് സംസാരിച്ച് ചിലപ്പോൾ നേരത്തെ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ കുറച്ച് സിനിമകൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ സമയം എടുക്കുന്നേ ഉള്ളൂ. അത് സമയം എടുക്കുന്നതും കുറച്ച് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ എന്താ? അഭിനയം തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാമായിരുന്നു. ഇപ്പം അഭിനയം അല്ലാതെ സിനിമയിൽ വേറെ ഒന്നും എന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അതിനൊക്കെ ഒരുപാട് എഫേർട്ട്, അഭിനയിക്കാനും എഫേർട്ട് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കുറെ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. സിനിമ കാണുന്ന ശീലം കുറെ ഉണ്ടോ? അതോ ഒരു ഒബ്സർവർ ആണോ? സിനിമേനെ അനലൈസ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഇന്ന ഒരു ക്യാരക്ടർ ഇതുപോലെ ഞാനാവണം അങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ അതായത് ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ കാണുക അങ്ങനെയൊന്നും എനിക്കില്ല. മലയാള സിനിമകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മലയാള സിനിമകളാണ് കണ്ടിട്ടുള്ളത്. ചോദ്യം ജനറലി അല്ല, ഞാൻ പൊതുവെ ഇങ്ങനെ ചോദിക്കുമ്പോ എല്ലാവരും ഫോറിൻ ലാംഗ്വേജസ് മൂവി കാണുന്ന അങ്ങനെ ഒരു ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം അതിനെക്കുറിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് വിശകലനം ചെയ്യാൻ അങ്ങനെ ഒന്നുമില്ല. മലയാള സിനിമകൾ കണ്ടിട്ടാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നത്. മീൻസ് ആ സിനിമയിൽ ആ ഒരു സംഭവം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇംഗ്ലീഷ് സിനിമ എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല, ഇങ്ങനെയൊക്കെ അഭിനയിക്കണം തോന്നിയിട്ടേ ഇല്ല. ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒക്കെ സിനിമ ആണെന്ന് നോക്കുമോ, ഇഷ്യൂ ഇങ്ങനത്തെ ഒരു അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറഞ്ഞു, ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ആരാധിക്കുന്ന രണ്ട് വ്യക്തികളാണ്. ഇവരുടെ കൂടെ അഭിനയിക്കാൻ ഒരു ചാൻസ് വന്നാൽ ഞാൻ പ്രിഫറൻസ് ആർക്കാ കൂടുതൽ കൊടുക്കുക? രണ്ടും ഒരേ സമയത്ത് വന്നാൽ? അല്ല, അങ്ങനെയില്ല. ഞാൻ ഗ്രേറ്റ് ഫാദറിന്റെ മമ്മൂക്കയുടെ കൂടെ ഒരു ചെറിയ സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത്, അതായത് അതിന്റെ ക്യാമറമാൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ അവനിങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു സീനേ ഉള്ളൂ, അത് ചെയ്താൽ കൊള്ളാം. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് ഡേ മമ്മൂക്ക ശരിക്കും തട്ടത്തിൻമറയത്ത് കണ്ടിട്ടുണ്ട് എന്നോട്. തട്ടത്തിൻമറയത്ത് കണ്ടിട്ട് തീവ്രത്തിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നോട് രൂപേഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രൂപേഷേട്ടൻ പറഞ്ഞാൽ നീ മമ്മൂക്ക, ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടർ. അത് എല്ലാ സിനിമകളും കാണുന്ന നോട്ട് ചെയ്യുന്ന പുതിയ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം മമ്മൂക്കിനെ ഫസ്റ്റ് ഡേ ഞാൻ ലൊക്കേഷനിൽ പോയപ്പോൾ ഞാൻ മമ്മൂക്കയോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മമ്മൂക്ക ഇങ്ങനെ എന്ന് പറഞ്ഞു. ഒരു ജീപ്പിന്റെ ഫ്രണ്ടിൽ ബ്ലോക്ക് ചെയ്യുന്നൊരു സീനാണ്. പിന്നെ ഞാൻ പുറത്തിങ്ങനെ മമ്മൂക്കയുടെ കാറിൻ്റെ അകത്തിരിക്കാൻ ഞാൻ പുറത്തിരിക്കുകയാണ്. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ ഒരു നോട്ടത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യല്ലോ, ഒന്ന് നോക്കിയാൽ ഒന്ന് ചിരിക്കാമെന്ന് വെച്ചിട്ട്. അപ്പം ഞാനിങ്ങനെ മമ്മൂക്കനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. മമ്മൂക്ക ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഐസായി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട്. എന്നിട്ട് ആ ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞ് കുറേ സീക്വൻസുകളൊക്കെ എടുത്ത് രണ്ടാമത്തെ ഡേ മമ്മൂക്ക കാറിലിരിക്കുന്ന സമയത്ത് എന്നെ വിളിപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കണ്ടു സീനൊക്കെ, നന്നായിട്ടുണ്ടല്ലോ, നന്നായി ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു അവാർഡ് കിട്ടിയ ഫീലായിരുന്നു. കാരണം അങ്ങനെ ഒരു, അപ്പം ഞാൻ ആ ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര. പിന്നെ അതുപോലെ എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു, എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവസാനം ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തു. അപ്പം എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ ലാലേട്ടൻ്റെ കൂടെ ഒരു ആഡ് ചെയ്തു, VKP ചെയ്തൊരു ആഡ്. VKP ചെയ്തൊരു ആഡ് ഞാൻ ചെയ്തു, കണ്ടിട്ടുണ്ട്. അതും കഴിഞ്ഞു. അങ്ങനെ അല്ലെ, ഒരു ഫുൾ ലെങ്ത് ആഗ്രഹം അങ്ങനെ തീരൂല. അല്ലെ, കാണാൻ പറ്റി. ഇവരൊക്കെ നമ്മള് കൂടെ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ കാണാനുള്ള ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് സംഭവിച്ചു, കൂടെ അഭിനയിക്കാനും പറ്റി. ലൈഫിലായാലും സിനിമയിലായാലും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് ആരാ?
അങ്ങനെ ഇപ്പം ആക്ടിങ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പം ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട് വിനീതേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സിനിമയിൽ ഞാൻ എത്തുകയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ വളരെ ചെറിയ ക്യാരക്ടർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായി മാറിയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും ലൊക്കേഷൻസിൽ പോയിട്ട് ചാൻസ് ചോദിച്ചിട്ട് അപ്പോൾ ഒരു സീനും തരുന്ന ഒരു ആർട്ടിസ്റ്റായി ഉറപ്പായിട്ട് മാറിയാണ്. സിനിമയിൽ എത്തുമായിരുന്നു, പക്ഷെ കുറേ സമയം എടുക്കുമായിരുന്നു. പക്ഷെ വിനീതേട്ടൻ ഉള്ളതുകൊണ്ടാണ് തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് മലർവാടിക്ക് ശേഷം അത്യാവശ്യം നല്ല ക്യാരക്ടറാണ്. ആ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ എല്ലാ ആൾക്കാരും തിരിച്ചറിഞ്ഞു. ഇപ്പോഴും ആൾക്കാർ കാണുമ്പോൾ സഖാവേ സഖാവേ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വിനീതേട്ടനുള്ളതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ നമ്മൾ ഓരോരോ ആൾക്കാർ നമ്മളെ എവിടേക്കായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. അത് തീർച്ചയായിട്ടും ഫ്രണ്ട് സർക്കിളിനെ പറ്റി ചോദിക്കാൻ വരുമായിരുന്നു ഞാൻ. എങ്ങനെയാണ് കൂട്ടുകെട്ടുകൾ, എങ്ങനെയാണ് ആഘോഷങ്ങൾ? ഒരുപാട് ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് നമ്മൾ അടുത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരോട് കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരെപ്പോഴും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഇപ്പം നമ്മളൊരു പടം ഹിറ്റാകുമ്പോഴും ഫ്ലോപ്പ് ആകുമ്പോഴും കൂടെ നിൽക്കുമ്പോഴാണല്ലോ നമ്മൾ അവരെ കറക്റ്റായിട്ട് തിരിച്ചറിയാം. അപ്പോൾ ഒരു പടം ഹിറ്റായാൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ വേറെ വരും. അപ്പം ഒരു പടം ഓടാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പടം ആൾക്കാർ കാണാതിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നവർ അപ്പോൾ എന്നും ഉണ്ടാവും. അവരെ എന്നും ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് കാണുന്നുണ്ട്. അവരുണ്ടാവും. എന്നും ഇങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും. ശരി ശരി, അടിപൊളിയാവട്ടെ. കുറെ കാലത്തിന് ശേഷം കണ്ടതിൽ സന്തോഷം. സന്തോഷം.